സഹപാഠിക്കായി വീടൊരുക്കുവാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും അധ്യാപക രക്ഷകർതൃ സംഘടനയും. ഈ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിക്കായാണ് ആലുവ കീഴ്മാടിൽ ഇവർ വീട് നിർമ്മിക്കുവാൻ ഒരുങ്ങുന്നത്. വീടിന്റെ കല്ലിടിയിൽ കർമ്മം പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു. ഈ ഭവനം ഗൗരി പ്രസാദിന് വേണ്ടി പ്രത്യേകിച്ച് ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളത് കണ്ടുപിടിച്ച് അവരെ സഹായിച്ചതിന് PTA പ്രസിഡന്റും പ്രിൻസിപ്പളും അതിന് വേണ്ട എല്ലാ സാമ്പത്തിക സഹായവും അത് നിങ്ങൾക്ക് കളക്ട് ചെയ്തതിന് വിദ്യാർത്ഥികളെയും ഞാൻ ആദ്യമായി തന്നെ അഭിനന്ദിച്ചോളൂ. PTA പ്രസിഡന്റ് VS സതീശൻ അധ്യക്ഷത വഹിച്ചു. അങ്ങനെ 40,000 കൂപ്പൺ അടിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും, എനിക്ക് സന്തോഷം, അധ്യാപകർ മത്സരത്തിലായിരുന്നു. ബോയ്സ് സ്കൂൾ അധ്യാപകർ മത്സരത്തിൽ ഞാൻ കൂടുതൽ വെക്കും, എന്റെ ബന്ധത്തിലുള്ള കൂടുതൽ ആളുകളെ കൂടുതൽ സാമ്പത്തികം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള രീതിയിൽ സാമ്പത്തികം നമ്മൾ മറ്റേ മെട്രോ സ്റ്റേഷനിലെ SBIയുടെ അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അങ്ങനെ 18 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ട് വരികയും ചെയ്തു. നമുക്ക് സ്ഥലം കൊടുക്കാൻ ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ വില കുറച്ചാരും കൊടുക്കുമോ? ആരും നമ്മുടെ സമയത്തില്ല, ആരും കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ആലോചിച്ചു പറ്റിയ സ്ഥലത്ത് വാങ്ങിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലം കണ്ടെത്തി. ഇവിടെ നമ്മൾ 3.5 സെന്റ് ഭൂമി, ആദ്യം 3 സെന്റ് ഭൂമി നമ്മൾ ഉദ്ദേശിച്ചത്. നീളത്തിൽ ഭൂമി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വീതി വേണം. 1/2 സെന്റ് ഭൂമിയുടെ വാങ്ങിച്ച് 3 സെന്റ് ഭൂമി അവരുടെ പേരിൽ ആധാരം ചെയ്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആധാരം ചെയ്ത് അവരുടെ പേരിൽ കൊടുത്തിട്ടുണ്ട്. വാർഡ് മെമ്പർ കൃഷ്ണകുമാർ, കീഴ്മാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ രാജ, പ്രിൻസിപ്പൽ MG റോസ്, എഡ്രാക് ജില്ലാ സെക്രട്ടറി KJ പ്രകാശ്, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സിറാജ, ആധാരമെഴുത്ത അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റ് AK അനിൽകുമാർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പിതാവ് നഷ്ടപ്പെട്ട ഈ വിദ്യാർത്ഥിനിയുടെ ഒരു സഹോദരി സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച കിടപ്പിലാണ്. കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ NSS യൂണിറ്റും അധ്യാപക രക്ഷകർതൃ സംഘടനയും ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുന്നതിനായി കുട്ടികൾ സമ്മാന കൂപ്പൺ വിതരണവും ആരംഭിച്ചിരുന്നു. Bobby Chamanur International Jeweler.